പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയാണ്. നമ്മുടെ ഏങ്ങണ്ടിയൂർ ഇടവകയിൽ 5 ദിവസത്തെ സിയോൻ്റെ കൺവെൻഷൻ മനോഹരമായ വിധത്തിലാണ് ദൈവം വഴി നടത്തിയത്. ബഹുമാനോടെ സൗജി ഒരിക്കലച്ചൻ 5 ദിവസവും തന്നെ ഉണ്ടായിരുന്നു. പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയത് വലിയൊരു അനോയിൻറ്റിങ് ആണെന്ന കാര്യം പ്രത്യേകമായിരുന്നു നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കാലാവസ്ഥയൊക്കെ നന്നായിരുന്നു. അവസാനത്തെ ദിവസം പള്ളികത്തായിരുന്നു ശുശ്രൂഷ, ഡേ ടൈമിലായതുകൊണ്ട് അതും അത് സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കർത്താവ് ക്രമീകരിച്ചു. എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് യേശുനാമത്തിൽ നന്ദി പറയുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ വൈകിട്ട് പൂത്തറയ്ക്കൽ, അമ്മാടെ അടുത്തുള്ള പൂത്തറയ്ക്കൽ ഇടവകയിൽ റിട്രീറ്റ് ആരംഭിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്നും ഓർക്കുമല്ലോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ഗലാത്യ ലേഖനം 5:19-20. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, ശരീരത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. അപ്പോൾ ഇവയും ഇത്തരത്തിൽ അപ്പം എല്ലാം കുറിച്ചിട്ടില്ലേ ബൈബിളിൽ. ഇതുപോലെയുള്ള മറ്റു പ്രവർത്തനങ്ങളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്ക് ദൈവരാജ്യം അവകാശപ്പെടുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രത്യേകിച്ച് നോമ്പിൻ്റെ ഒരു കാലഘട്ടമല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഓരോ തിന്മ നമ്മൾ ശരിക്കും മനസ്സിൽ കണ്ട്, വിഗ്രഹാരാധന. എന്താണ് വിഗ്രഹാരാധന? അതായത് ദൈവമല്ലാത്തതിനെ ദൈവമായിട്ട് കാണുന്നതാണ് വിഗ്രഹം, അല്ലേ? അതായത് ഈശോയുടെ സ്ഥാനത്ത് വസ്തു, വ്യക്തി, സുഖം, ഏതിനെയാണ് ഈശോയേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നത്, അതിന് പറയുന്ന പേരാണ് വിഗ്രഹം. ആഭിചാരക്രിയ നമുക്കറിയാം, ശത്രുത, കലഹം, നമ്മുടെയൊക്കെ വീടുകളിലുള്ള സംഭവങ്ങളാണ് സഹോദരങ്ങളെ. ഓരോന്നിടത്തും ചുമ്മാ വായിച്ചു പോവല്ല. നമ്മുടെ ജീവിതത്തിലെ അസൂയ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്ക് ഈ തിന്മകളൊക്കെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലൂടെ, ദൈവമേ ഈ ഒരു മേഖലയിൽ നിന്ന് എനിക്കൊരു വിടുതൽ നൽകണമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്തരം തിന്മകളിൽ നിന്നുള്ളൊരു വിടുതലിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.